നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി തൃശൂർ സിറ്റി പോലീസ്. നാടുകടത്തിയത് തൃശൂർ ഇടക്കുന്നി വടക്കൂട്ട് വീട്ടിൽ 26 വയസ്സുകാരൻ അജിത്തിനെ. നാടുകടത്തിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത് തൃശൂർ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ നൽകിയ ശുപാർശയിൽ തൃശൂർ ഡിഐജി അജിത ബീഗം. വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് വല്ലപ്പുഴ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസ മകൻ മുസ്തഫ. പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. മങ്കരയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മങ്കര സ്വദേശിയായ വയോധികൻ മരിച്ചു. മരിച്ചത് 89 വയസ്സുകാരൻ CV ശങ്കരൻ. അപകടം ഏപ്രിൽ 22-ന് മങ്കര പെട്രോൾ പമ്പിന് സമീപം. വാർത്തകൾ വിശദമായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. തൃശൂർ ഇടക്കുന്നി പുലരിനഗർ സ്വദേശിയായ വടക്കൂട്ട് വീട്ടിൽ 26 വയസ്സുകാരൻ അച്ചു എന്ന അജിത്തിനെയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ നൽകിയ ശുപാർശയിൽ തൃശൂർ ഡിഐജി അജിത ബീഗം 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ നിന്ന് നാടുകടത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അജിത് പ്രതിയായ 6ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി താലൂക്കിലെ വല്ലപ്പുഴ വില്ലേജിൽ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസ മകൻ മുസ്തഫയെയാണ് പട്ടാമ്പി എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബുകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും വിൽപ്പന നടത്തുന്നതിനായി മദ്യം സൂക്ഷിച്ചുവെച്ച ഹീറോ ഡെസ്റ്റിനി സ്കൂട്ടറും പോലീസ് പിടികൂടി. പ്രതി മുസ്തഫ വളരെ കാലമായി നിയമത്തെ വെല്ലുവിളിച്ച് മദ്യക്കച്ചവടം നടത്തിവരികയായിരുന്നു. പട്ടാമ്പി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ഷിബുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത്, സ്റ്റാലിൻ സ്റ്റീഫൻ, സിവിൽ എക്സൈസ് ഡ്രൈവർ ഷാജിർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാറിടിച്ച് പരിക്കേറ്റ് ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മങ്കര ചെവിരിയിൽ പരേതനായ വെള്ളമകൻ CV ശങ്കരനാണ് മരിച്ചത്. 89 വയസ്സായിരുന്നു. ഏപ്രിൽ 22-ന് മങ്കര പെട്രോൾ പമ്പിന് മുൻവശത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. കാത്തിരിപ്പ് കേന്ദ്രമില്ല. ഉഷ്ണതരംഗത്തിൽ തളർന്ന് ബസ് യാത്രക്കാർ. കോട്ടായി, പെരിങ്ങോട്ടുകുറിശി പ്രദേശങ്ങളിലാണ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാതെ യാത്രക്കാർ പ്രധാനമായും വലയുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് മൂലം ഉഷ്ണതരംഗത്തിലും വെയിലേറ്റ് തളർന്ന് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ എത്താറുള്ള കോട്ടായി സെന്ററിൽ കത്തുന്ന വെയിലിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ ദുരിതം നിത്യകാഴ്ചയാണ്. വെയിൽ സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും സൂര്യതാപം സൂക്ഷിക്കണമെന്നും സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും നിരന്തരം ബോധവൽക്കരണം നടത്തുമ്പോഴും ബസ് യാത്രക്കാരെ പൊള്ളുന്ന വെയിലിൽ നിർത്തുന്ന നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പെരിങ്ങോട്ടുകുറിശിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ടെങ്കിലും ബസ്സുകൾ നിർത്തുന്നത് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തിടത്താണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പുള്ളിയിൽ SDTUവിന്റെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. റാലിയിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി കുളപ്പള്ളി സെന്ററിൽ സമാപിച്ചു. നരേന്ദ്രമോദി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കാലഹരണപ്പെട്ട തൊഴിലാണെന്നും കാലഹരണപ്പെട്ട ഭേദഗതിയാണെന്നും അത് പുതുക്കുകയാണെന്നും അതുകൊണ്ട് തൊഴിലാളികൾക്ക് ലാഭമാണ് ഉണ്ടാകുകയെന്നും തൊഴിലാളികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. മേക്ക് ഇന്ത്യൻ പദ്ധതിയിലൂടെ കുത്തകകളുടെ നിക്ഷേപ താല്പര്യങ്ങൾക്ക് വേണ്ടി കാലങ്ങളോളം വർഷങ്ങളോളം തൊഴിലാളികൾ നേടിയെടുത്ത യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് V മരക്കാർ ഒറ്റപ്പാലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ ഷൊർണൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം ബാബു അമ്പലപ്പാറ മെയ്ദിന സന്ദേശം നൽകി. ജില്ലാ സെക്രട്ടറി ഇക്ബാൽ ഷൊർണൂർ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പട്ടാമ്പി അണ്ടലാടിയിൽ എമ്രാന്തിരി ക്ഷേമസഭ വാർഷികം ആഘോഷിച്ചു. ബ്രഹ്മശ്രീ മൊടപ്പിലപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. 1 മാസം നീണ്ടുനിന്ന മന്ത്ര പഠന ശിബിരത്തിന് ഇതോടെ സമാപനമായി. പട്ടാമ്പി അണ്ടലാടി വേദപാഠശാല ആസ്ഥാന മന്ദിരത്തിൽ എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബ്രഹ്മശ്രീ തൊടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വാർഷികം ഉദ്ഘാടനം ചെയ്തു. ഒരു ചടങ്ങിലെ എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ കുടുംബസംഗമം അല്ലെങ്കിൽ വാർഷിക പൊതുയോഗം അല്ലെങ്കിൽ
മന്ത്ര പഠന ശിബിരത്തിൻ്റെ ഒരു സമാപന സമ്മേളനം ഒക്കെ വേണമെന്ന് പറയാം. 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ ചടങ്ങ് നടന്നു വരികയാണ് എനിക്കറിയാം. അങ്ങനെ ഒരു മഹനീയ സന്ദർഭത്തിൽ വിശിഷ്ട വ്യക്തിയായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനും നിങ്ങളോടൊക്കെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ നിശ്ചയിച്ചതും തിരഞ്ഞെടുത്തതും വളരെയധികം എനിക്ക് സന്തോഷം നൽകുന്നു. CH രാധാകൃഷ്ണ ഹെബ്ബാർ വിശിഷ്ടാതിഥിയായിരുന്നു. കെ നാരായണൻ എമ്പ്രാന്തിരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. PM നാരായണൻ എമ്പ്രാന്തിരി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ക്ഷേമസഭാ പ്രസിഡന്റ് JM ഉണ്ണി എമ്പ്രാന്തിരി അധ്യക്ഷത വഹിച്ചു. രാജേഷ് എമ്പ്രാന്തിരി, MV അനന്തപത്മനാഭൻ എമ്പ്രാന്തിരി, JK നാരായണൻ എമ്പ്രാന്തിരി, രാമചന്ദ്രൻ എമ്പ്രാന്തിരി, ലതിക മനോജ്, പ്രീത ഹരീഷ് ആമയൂർ, സൗമ്യ മോഹനൻ, വിശ്വൻ എമ്പ്രാന്തിരി, മാധവൻ എമ്പ്രാന്തിരി തുടങ്ങിയവർ സംസാരിച്ചു. 1 മാസക്കാലം നീണ്ടുനിന്ന മന്ത്രപഠന ശിബിര ശില്പശാലയ്ക്കും സമാപനമായി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും മെയിൻദിന റാലിയും നടന്നു. ജില്ലാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം KSBA സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഉമ്മറും സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം KSBA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം UN തമ്പിയും നിർവഹിച്ചു. കാലത്ത് 9 മണിക്ക് കല്ലേക്കാട് കാനറ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച മെയ്ദിന റാലി ജില്ലാ മന്ദിരത്തിന്റെ മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് പതാക ഉയർത്തലിനു ശേഷം തുടങ്ങിയ ഉദ്ഘാടക ചടങ്ങിൽ KSBA ജില്ലാ പ്രസിഡന്റ് G ഗംഗാധരൻ അധ്യക്ഷനായി. KSBA ജില്ലാ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. മന്ദിര കമ്മിറ്റി ചെയർമാൻ A സുരേഷ്, കൺവീനർ P സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSBA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V സുരേഷ്, N സുന്ദരൻ, K രാജേഷ്, ലേഡി ബ്യൂട്ടീഷ്യൻ ജില്ലാ പ്രസിഡന്റ് MN തിലകം, ജില്ലാ സെക്രട്ടറി VP മല്ലിക, ജില്ലാ ട്രഷറർ AV ബീന, ജില്ലാ ഭാരവാഹികൾ, താലൂക്ക് പ്രസിഡന്റുമാർ, താലൂക്ക് സെക്രട്ടറിമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. KSBA ജില്ലാ ട്രഷറർ CM ബാബുരാജൻ ചടങ്ങിന് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി അയ്യംകുളം അൽ അമീൻ ബാലിക അനാഥ മന്ദിരത്തിന്റെ കനിവിൽ 10ഓളം നിർധന യുവതികൾക്ക് മംഗല്യ സാഫല്യം. വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിച്ചു. അതിലേറെ ഈ മഹത്തായ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തുടക്കം മുതൽ ഇന്നേ വരെ ഓരോ സമയത്തും ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ കാര്യങ്ങളിലൊക്കെ സംഘാടകരുടെയും നേതൃപരമായ പങ്കുവഹിക്കുന്നതിന്റെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ ആദ്യം ചിന്തിച്ച സഹോദരന്മാരെ, ഒരുപാട് പിഞ്ച് മക്കളുണ്ട് ഇവിടെ ഈ സർവീസ്, ഒരുപാട് കാരണവന്മാരുണ്ട്, നിഷ്കളങ്ക മനസ്സിൽ ഉടമകളായ ഒരുപാട് മക്കളുണ്ട്, ആണും പെണ്ണായിട്ട്. അൽ അമീൻ അഗതി മന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ CP അബൂബക്കർ ദാരിമി അധ്യക്ഷനായി. സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് KUM താജുദ്ദീൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വിവാഹിതരായ യുവതികൾക്ക് അൽ അമീൻ അഗതി മന്ദിരത്തിന്റെ വകയായി സ്വർണ്ണാഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 28 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സെക്രട്ടറി M പരമേശ്വരന് ഭരണസമിതിയും ജീവനക്കാരും യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. തികച്ചും അനിവാര്യമായിട്ടുള്ള ഇടവാങ്ങലാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. തന്റെ ഉത്തരവാദിത്വം, ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റി ഓരോ ദിവസവും പ്രവർത്തിച്ചതിന് ശേഷം തനിക്ക് കെട്ടുപാടുകളില്ലാതെ തന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഫ്രീഡം കൂടിയാണ് റിട്ടയർമെന്റ്. കാരണം കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിട്ടയർമെന്റ് പ്രായവും ആയുർദൈർഘ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജോലി ചെയ്ത അത്രയും അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി കാലം വരെ വളരെ നന്നായി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൽ 1997 ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച് 28 വർഷത്തെ സേവനം പൂർത്തീകരിച്ച് സെക്രട്ടറിയായി സർവീസിൽ നിന്നും വിരമിക്കുന്ന M പരമേശ്വരനാണ് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകിയത്. M പരമേശ്വരനുള്ള ഉപഹാരം മുഹമ്മദ് മുഹസിൻ MLA നൽകി. വിവിധ ബ്രാഞ്ചുകൾക്ക് ബാങ്ക് ഏർപ്പെടുത്തിയ മറ്റു പുരസ്കാരങ്ങളും MLA ചടങ്ങിൽ വിതരണം ചെയ്തു. ശങ്കരമംഗലം ബോഗൺവില്ലയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി,
എം ആനന്ദവല്ലി, കെ സി ഗീത, കെ പി അജയകുമാർ, സി എം നീലകണ്ഠൻ, സി പി ചിത്ര ടീച്ചർ, കെ എം വാസുദേവൻ, ടി ഗോപാലകൃഷ്ണൻ, എം ശങ്കരൻകുട്ടി, പി സി വാസു, എ വി സുരേഷ്, സി മുകേഷ്, വി പി സതീദേവി, സി ജയപ്രകാശ്, എം പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ചെറുതുരുത്തി ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ റോബോട്ടിക് സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. എക്സിബിഷൻ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ ഉദ്ഘാടനം ചെയ്തു. വെക്കേഷൻ സമയത്തെ കുട്ടികളുടെ അലസത ഒഴിവാക്കാനും കൂടുതൽ ക്രിയാത്മകമായി കുട്ടികളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ കെ എസ് അബ്ദുള്ള അധ്യക്ഷനായി. സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്, കോർഡിനേറ്റർ റഷീദ് ഫൈസി, പ്രിൻസിപ്പൽ വസന്ത മാധവൻ, ഹെഡ് മിസ്ട്രസ് രമ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ സ്വപ്ന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസിസ്റ്റന്റ് കൺവീനർ മഞ്ജു നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി തൃശൂർ സിറ്റി പോലീസ്. നാടുകടത്തിയത് തൃശൂർ ഇടക്കുന്നി വടക്കൂട്ട് വീട്ടിൽ 26 വയസ്സുകാരൻ അജിത്തിനെ. നാടുകടത്തിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത് തൃശൂർ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ നൽകിയ ശുപാർശയിൽ തൃശൂർ DIG അജിത ബീഗം. വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് വല്ലപ്പുഴ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസ മകൻ മുസ്തഫ. പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. മങ്കരയിൽ കാറിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മങ്കര സ്വദേശിയായ വയോധികൻ മരിച്ചു. മരിച്ചത് 89 വയസ്സുകാരൻ CV ശങ്കരൻ. അപകടം ഏപ്രിൽ 22-ന് മങ്കര പെട്രോൾ പമ്പിന് സമീപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.